ഒടുവിൽ നാം കേൾക്കരുതെന്ന് ആഗ്രഹിച്ച വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്നത്. റഷ്യയിൽ നിന്നാണ് ആ വാർത്ത എത്തുന്നത്. അണുവായുധം പ്രയോഗിക്കാൻ തങ്ങൾ മടിക്കില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരിക്കുന്നു. സുരക്ഷാ കൗൺസിലുമായുള്ള യോഗത്തിന് ശേഷമാണ് പുടിൻ ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് റഷ്യയുടെ ആണവ നയം തങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നുകൂടി പുടിൻ പറഞ്ഞിരിക്കുന്നു. അതിന് പുടിനെ പ്രകോപിപ്പിച്ച കാര്യം, കഴിഞ്ഞ ദിവസം റഷ്യയിൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടന്നിരുന്നു, മിസൈൽ ആക്രമണം നടന്നിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും ബ്രിട്ടനുമാണ് എന്നാണ് പുടിൻ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ റഷ്യക്കെതിരെ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിക്കാൻ ബ്രിട്ടൻ യുക്രൈന് ഒരു അനുവാദം കൊടുത്തിരുന്നു. സ്റ്റോം ഷാഡോ എന്ന് പറയുന്ന ക്രൂയിസ് മിസൈൽ ഉപയോഗിക്കാനാണ് ബ്രിട്ടൻ അനുമതി നൽകിയിരുന്നത്. ഇതാണ് റഷ്യ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം വ്യാപകമായി തന്നെ റഷ്യൻ നഗരങ്ങളിൽ വ്യോമസേനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഉക്രൈൻ്റെ ഭാഗത്തുനിന്ന് മിസൈലുകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ പാശ്ചാത്യ ശക്തികൾ ഉക്രൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന യുദ്ധം അംഗീകരിക്കാൻ കഴിയില്ല എന്നും വേണ്ടി വന്നാൽ അണുവായുധം പ്രയോഗിക്കും എന്നും പറയുമ്പോൾ ആണവ യുദ്ധത്തിലേക്ക് ലോകം വീണ്ടും എത്തുമോ എന്നുള്ളതാണ്. കാരണം പറയുന്നത് മറ്റാരുമല്ല, വ്ളാഡിമിർ പുടിനാണ്. അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ അത് ലോകം ഇടിഞ്ഞു വീഴുന്ന തീരുമാനമാണെങ്കിൽ പോലും അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു നേതാവല്ല, പ്രസിഡൻ്റല്ല പുടിൻ. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടിയിലേക്ക് പുടിൻ കടന്നാലും അത്ഭുതപ്പെടാൻ. അതുകൊണ്ട് തന്നെയാണ് ലോകം ഭീതിയിൽ ഈ വാർത്ത ശ്രദ്ധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.